അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നാലാമത്തെ ചാപ്റ്ററിൽ ബിഹൈൻഡ് മൂവ്മെൻറ്റ്സ് എന്നുള്ളതിൽ വൺ വേർഡ് അല്ലെങ്കിൽ വൺ മാർക്ക് സെക്ഷനിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ 71ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഫസ്റ്റ് ഓക്കെ, ദ ആക്ഷൻസ് ഓഫ് ഇൻവോളണ്ടറി മസിൽസ് ഓഫ് അവർ ബോഡി ആർ കൺട്രോൾഡ് ബൈ ദ ഓട്ടോണമിക് നെർവ് സിസ്റ്റം ഇൻ ദ ബോഡി. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ ശരീരത്തിലെ ഇൻവോളണ്ടറി മസിൽ സിസ്റ്റത്തെ നിയന്ത്രിക്കുന്നത് ഓട്ടോണമിക് നെർവ് സിസ്റ്റം എന്നാണ്. അതായത് നമ്മളുടെ ശരീരത്തിൽ ഓട്ടോണമിക് നെർവ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു നെർവ് സിസ്റ്റമുണ്ട്. ആ നെർവ് സിസ്റ്റമാണ് എന്തിനെ, ഇൻവോളണ്ടറി മസിൽസിനെ, അതായത് നമ്മളുടെ ഇഷ്ടത്തിനല്ലാതെ സ്വയം പ്രവർത്തിക്കുന്ന ആ നെർവ് സിസ്റ്റത്തിനെ നിയന്ത്രിക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 72ാമത്തെ ചോദ്യം, ഇൻവോളണ്ടറി മസിൽ ഇൻക്ലൂഡ്സ് സ്മൂത്ത് മസിൽസ് ആൻഡ് കാർഡിയാക് മസിൽസ്. അതായത് ഇൻവോളണ്ടറി മസിൽസിൽ ഏതെല്ലാമാണ് വരുന്നത്? കാർഡിയാക് മസിലും സ്മൂത്ത് മസിൽസുമാണ് വരുന്നത്. കാരണം അവയുടെ പ്രവർത്തനത്തെ നമുക്കൊരു രീതിയിലും നിയന്ത്രിക്കുവാൻ സാധിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ വിച്ച് മസിൽസ് ഈസ് കൺട്രോൾഡ് ബൈ ദ ഓട്ടോണമിക് നെർവ് സിസ്റ്റം എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുക കാർഡിയാക് മസിൽസ് ആൻഡ് സ്മൂത്ത് മസിൽസ്. അതായത് ഏത് മസിൽസാണ് ഏത് മസിലുകളെയാണ് ഓട്ടോണമിക് മസിൽ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ ഇൻവോളണ്ടറി മസിൽ സിസ്റ്റം എന്ന് എഴുതുക, അല്ലെങ്കിൽ കാർഡിയാക് മസിലുകളെയും സ്മൂത്ത് മസിലുകളെയും ആണെന്ന് എഴുതുക. ഓക്കെ, ഇനി 73ാമത്തെ ചോദ്യം, ദ ഫോൾഡിംഗ് ആൻഡ് സ്ട്രെച്ചിങ് ഓഫ് ഹാൻഡ് ഈസ് ആൻ വോളണ്ടറി ആക്ഷൻ. അതായത് ഇനി നമ്മളൊരു പുതിയ സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് കൈകളുടെ ചലനം എന്നുള്ള ഒരു ഭാഗമാണ്. ഏകദേശം 96ാമത്തെ പേജിലേക്ക് വരും. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫോൾഡിങ്, മടക്കുക എന്നുള്ളതും അതുപോലെ തന്നെ സ്ട്രെച്ചിങ്, റിലാക്സ് ചെയ്യുക അല്ലെങ്കിൽ നിവർത്തുക എന്നുള്ളത്. കൈകളുടെ ചലനം എന്താണ്? മടക്കുക എന്നുള്ളതും നിവർത്തൽ എന്നുള്ളതും ഈ രണ്ട് പ്രവൃത്തികളും എന്താണ്? വോളണ്ടറി ആക്ഷനാണ്. അതായത് നമ്മൾ സ്വയം ഇഷ്ടപ്രകാരം ചെയ്യുന്ന ആക്ഷനുകളാണ്. ഓക്കെ, 74ാമത്തെ ചോദ്യത്തിലേക്ക്, മൂവ്മെൻറ്റ്സ് ഓഫ് ഹാൻഡ്സിൽ. ഓക്കെ, a tendon is a fibrous connective tissue that attaches muscles to bone. So what is a tendon? Tendon എന്ന് പറയുന്നത് it is a fibrous tissue കണക്ട് അതെന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നു, ബന്ധിപ്പിക്കുന്നു. എന്താണ്? മസിലുകളെ എന്തുമായിട്ട്? ബോണുമായിട്ട് അല്ലെങ്കിൽ അസ്ഥിയുമായിട്ട്. മസിലുകളെ കണക്ട് ചെയ്യുന്ന ആ കലകളെ എന്താണ് പറയുന്നത്? ടെൻഡൻ എന്ന് പറയുന്നു. ടെൻഡൻ എന്ന് പറഞ്ഞാൽ അസ്ഥിയുമായിട്ട് മസിൽ കലകൾ, പേശി കലകളെ ബന്ധിപ്പിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത്? ടെൻഡൻ എന്ന് പറയുന്നത്. ഓക്കെ, ടെൻഡൻസ് മേ ഓൾസോ അറ്റാച്ച് മസിൽസ് ടു സ്ട്രക്ചേഴ്സ് സച്ച് ആസ് ഐബോൾ. അതുപോലെ തന്നെ ഒരുപക്ഷെ ചിലപ്പോൾ ടെൻഡൻ എന്ത് ചെയ്തിരിക്കും? ഈ മസിലുകളെ കണ്ണിൻ്റെ ആ ഐബോളിലേക്കും നമ്മളെ അറ്റാച്ച് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫ്ലെക്സർ മസിൽസ് are any of the muscles that decrease the angle between bones on two sides of a joint as bending the elbow or knee. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫ്ലെക്സർ മസിൽ അല്ലെങ്കിൽ മടക്കൽ പേശി. ഓക്കെ, ഈ ഫ്ലെക്സർ മസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എനി ഓഫ് ദ മസിൽ, അത് ഏതെങ്കിലും മസിലും ആയിത്തീരാം. ഓക്കെ, ദാറ്റ് ഡിക്രീസ് ദ ആംഗിൾ, അതായത് ആ കോണുകളുടെ അകലം കുറയ്ക്കുന്നു. ബിറ്റ്വീൻ ബോൺസ്, രണ്ട് അസ്ഥികൾ തമ്മിലുള്ള കോണുകളുടെ അകലം കുറയ്ക്കുവാനായിട്ട് സാധിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഫ്ലെക്സർ മസിൽസ് എന്ന് പറയുന്നത്. ഓൺ ടു സൈഡ് ഓഫ് എ ജോയിൻറ്റ്, അതായത് ഒരു ജോയിൻറ്റിൻ്റെ രണ്ട് സൈഡിലുള്ള അസ്ഥികൾ തമ്മിലുള്ള ആ കോണിൻ്റെ അളവിനെ കുറയ്ക്കുന്നവയാണ് എന്ത് എന്ന് പറയുന്നത്? ഫ്ലെക്സർ മസിൽ എന്ന് പറയുന്നത്. ഇൻ ബെൻഡിങ് ദ എൽബോ ഓർ നീ, അതായത് നമ്മുടെ കാലിൻ്റെ മുട്ടുകൾ മടക്കുമ്പോഴോ കൈമുട്ടുകളൊക്കെ മടക്കുമ്പോഴോ ആ കോണിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു. ഇത്തരത്തിൽ കോണിൻ്റെ അളവുകളെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മസിലുകളെയാണ് എന്ത് എന്ന് പറയുന്നത്? ഫ്ലെക്സർ മസിൽ എന്ന് പറയുന്നത്. ഇനി എക്സ്റ്റൻഷൻ മസിൽ. ഓക്കെ, എക്സ്റ്റൻസർ മസിൽസ് ആർ എനി ഓഫ് ദ മസിൽസ് ദാറ്റ് ഇൻക്രീസ് ദ ആംഗിൾ ബിറ്റ്വീൻ മെമ്പേഴ്സ് ഓഫ് എ ലിംബ് ആസ് ബൈ സ്ട്രൈറ്റനിങ് ദ എൽബോ ഓർ നീ ഓർ ബെൻഡിങ് ദ wrist or spine backward. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന എക്സ്റ്റൻസർ മസിൽ അല്ലെങ്കിൽ നിവർത്തൽ പേശി എന്ന് പറയും. അപ്പോൾ ഈ നിവർത്തൽ പേശികളുടെ പ്രത്യേകത എന്താണ്? ഈ നിവർത്തൽ പേശികൾ എന്ത് ചെയ്യുന്നു? എക്സ്റ്റൻസർ മസിൽസ് ആർ എനി ഓഫ് ദ മസിൽ. എക്സ്റ്റൻസർ മസിൽ എന്ന് പറയുന്നത് ഏത് മസിലുമായി തീരാം. ദാറ്റ് ഇൻക്രീസ്, അവ കൂട്ടുന്നു. ദ ആംഗിൾ, അതായത് ആ കോണളവ് കൂട്ടുന്നു. ഓക്കെ, ഫ്ലെക്സർ മസിൽ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. അപ്പോൾ എക്സ്റ്റൻസർ മസിൽ എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. എന്താണ്? ഇൻക്രീസ് ദ ആംഗിൾ ബിറ്റ്വീൻ മെമ്പേഴ്സ് ഓഫ് ദ ലിംബ്, അതായത് രണ്ട് ഭാഗങ്ങൾ ജോയിൻറ്റുകളുടെ അപ്പുറം ഇപ്പുറവും തമ്മിലുള്ള ആ അകലത്തെ കൂട്ടുന്നു. ആ സ്ട്രൈറ്റനിങ്, അതായത് സംഭവിക്കുന്ന എപ്പോഴാണ്? നമ്മളുടെ കൈ അല്ലെങ്കിൽ എൽബോയോ അല്ലെങ്കിൽ നീയോ അല്ലെങ്കിൽ ബെൻഡിങ്ങോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് പറ്റുന്നു? അവ തമ്മിലുള്ള അകലത്തെ കൂട്ടുന്നു. ഇങ്ങനെ ഈ അകലത്തെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, രണ്ട് ജോയിൻറ്റുകൾ തമ്മിലുള്ള അകലത്തെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മസിലുകളെ എക്സ്റ്റൻസർ
മസിലുകൾ എന്ന് പറയുന്നു. ഇനി 78ാമത്തെ ചോദ്യം, അവർ ബോൺസ് ആർ അവർ ബോഡീസ് മെയിൻ ഫോം ഓഫ് സ്ട്രക്ചറൽ സപ്പോർട്ട്. അതായത് നമ്മളോട് പറയുകയാണ് നമ്മളുടെ ശരീരത്തിൻ്റെ മെയിൻ സ്ട്രക്ചർ, അതായത് ഈ രൂപത്തിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത് മുഖ്യമായിട്ട് നമ്മളുടെ ബോണുകളാണ്. ഓക്കെ. 79ാമത്തെ ചോദ്യം, അവർ ബോൺസ് മെയ്ഡ് ഓഫ് ഹാർഡ് സ്ട്രോങ് ടിഷ്യൂസ് ദാറ്റ് ഗീവ്സ് അവർ ബോഡി ഇറ്റ്സ് ഷേപ്പ് ആൻഡ് ഹെൽപ്പ് us ടു മൂവ്. അപ്പോൾ വാട്ട് ആർ ദ ഫങ്ഷൻസ് ആൻഡ് ഹൗ ദ ബോൺസ് ആർ മെയ്ഡ് എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ പറയാം അവർ ബോൺസ് ആർ മെയ്ഡ് ഓഫ് ഹാർഡ് സ്ട്രോങ് സബ്സ്റ്റൻസ് ഓർ ടിഷ്യൂസ് ദാറ്റ് ഗീവ്സ് അവർ ബോഡി. അവ നമ്മുടെ ശരീരത്തിന് എന്താണ് നൽകുന്നത്? ഷേപ്പ് നൽകുന്നു. അതുപോലെ തന്നെ അവ നമ്മളെ ചലനത്തിന് സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഇതിൻ്റെ ഒരു ഹാർഡ് കോപ്പി ആവശ്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വിളിക്കരുത്, വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടുകയില്ല. ഓക്കെ. ഇനി 80ാമത്തെ ചോദ്യം, ടെൻഡൻ ഈസ് എ ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് അറ്റാച്ചസ് മസിൽസ് ടു ബോൺസ്. അതായത് ടെൻഡൻ എന്ന് പറയുന്നത് ഒരു ഫൈബർ കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഫൈബർ കൊണ്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ടിഷ്യൂ ആണ്. അതെന്താണ് ചെയ്യുന്നത്? അത് അറ്റാച്ച് ചെയ്യുന്നു മസിൽസ് ടു ബോൺ, അതായത് ബോണിനെ, അതായത് അസ്ഥികളെ മസിലുമായിട്ട് കണക്ട് ചെയ്യുന്ന, ബന്ധിപ്പിക്കുന്ന ഒരു തന്തുക്കളാണ് എന്ത്? ടെൻഡൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി മസിൽസ് ഇൻവോൾവ്ഡ് ഇൻ മൂവ്മെൻറ്റ്സ് ഓഫ് ഹാൻഡ്സ് ആർ, അതായത് നമ്മളുടെ കൈയുടെ ചലനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന മസിലുകൾ ഏതെല്ലാമെന്ന് ചോദിച്ചാൽ ടെൻഡൻ, ഫ്ലെക്സർ മസിൽസ്, എക്സ്റ്റൻഷൻ മസിൽസ് ആൻഡ് ബോൺസ്. അതായത് ടെൻഡൻ ഉൾപ്പെട്ടിട്ടുണ്ട്, എക്സ്റ്റൻഷൻ മസിൽസ് ഉൾപ്പെട്ടിട്ടുണ്ട്, ഫ്ലെക്സർ മസിൽസ് ഉൾപ്പെട്ടിട്ടുണ്ട്, മടക്കൽ പേശി, നിവർത്തൽ പേശി, അതുപോലെ ബോണുകൾ, ഇവയെല്ലാം എന്തിനാണ്? അസ്ഥികൾ, ഇവയെല്ലാം നമ്മളുടെ കൈയുടെ ചലനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി 82ാമത്തെ ചോദ്യം, മസിൽസ് ജനറേറ്റ് ഫോഴ്സ് ത്രൂ കോൺട്രാക്ഷൻ ടു പ്രൊഡ്യൂസ് മൂവ്മെൻറ്റ്സ് ഓഫ് ദ ബോഡി. മസിൽ എന്താണ് ചെയ്യുന്നത്? മസിൽ എപ്പോഴും ഫോഴ്സ് ഉൽപ്പാദിപ്പിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് മസിൽസ് ഫോഴ്സ് ഉൽപ്പാദിപ്പിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ജനറേറ്റ് ഫോഴ്സ് ത്രൂ കോൺട്രാക്ഷൻ, അതായത് കോൺട്രാക്ഷനിലൂടെ മസിലുകൾ എന്ത് ചെയ്യുന്നു? ഫോഴ്സ് ഉൽപ്പാദിപ്പിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ബോഡിയുടെ ചലനത്തിന് വേണ്ടിയിട്ട്, അതായത് നമ്മളുടെ ശരീരത്തിൻ്റെ ചലനത്തിന് വേണ്ടിയിട്ട് കോൺട്രാക്ഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? മസിലുകൾ ഫോഴ്സ് അല്ലെങ്കിൽ ശക്തി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി 83ാമത്തെ ചോദ്യം, മസിൽസ് ജനറേറ്റ് ഫോഴ്സ് ആൻഡ് ട്രാൻസ്മിറ്റ്സ് ടു ബോൺസ് ടു ആക്ട് ആസ് ലിവേഴ്സ്. മസിൽസ് എന്താണ് ചെയ്യുന്നത്? ജനറേറ്റ്, ഉൽപ്പാദിപ്പിക്കുന്നു ഫോഴ്സ് അല്ലെങ്കിൽ ശക്തി, എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു? അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, പകർന്നു കൊടുക്കുന്നു. എങ്ങോട്ട്? ബോണുകളിലേക്ക്, അസ്ഥികളിലേക്ക്. ടു ആക്ട് ആസ് എ ലിവേഴ്സ്, ലിവർ പോലെ ആക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് മസിൽസ്? മസിൽസ് ജനറേറ്റ് ഫോഴ്സ് ആൻഡ് ദ ഗീവ് ഇമ്പാർട്ട്, അല്ലെങ്കിൽ പകർന്നു കൊടുക്കുന്നു എന്താണ്? ആ ഫോഴ്സിനെ ടു ബോൺസ്. എന്തിനു വേണ്ടിയാണ്? അവ ഒരു ലിവർ പോലെ ആക്ട് ചെയ്ത് നമ്മളുടെ ശരീരത്തിൻ്റെ ചലനം നടത്തുന്നതിന് വേണ്ടിയിട്ട്, സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട്. 84ാമത്തെ ചോദ്യം, ഇഫ് മസിൽസ് വെർ ഡയറക്ട്ലി കണക്റ്റഡ് ടു ബോൺസ് ഇറ്റ് വുഡ് ലാക്ക് ദ എലാസ്റ്റിസിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി ദാറ്റ് ടെൻഡൻ പ്രൊവൈഡ്സ്. എന്തായിരിക്കും? ഇഫ് ദ മസിൽസ് വെർ ഡയറക്ട്ലി കണക്റ്റഡ് ടു ദ ബോൺസ്, മസിലുകളെല്ലാം നേരിട്ട് ബോണിലേക്കാണ് കണക്ട് ചെയ്യിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു പ്രശ്നം പറ്റുവാനായിട്ട് പോവുകയാണ്. അതിൻ്റെ എലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടു പോകും. അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും, വലിക്കുവാനുള്ളതും വളയുവാനുള്ളതുമായിട്ടുള്ള ആ കപ്പാസിറ്റി മസിലുകൾക്ക് നഷ്ടപ്പെട്ടു പോകും. സോ വൈ മസിൽസ് ഷുഡ് നോട്ട് ബി ഡയറക്ട്ലി കണക്റ്റഡ് ടു ബോൺസ് ഇഫ് ദ മസിൽസുകൾ കണക്റ്റഡ് ഡയറക്ട്ലി ടു ബോൺസ്, ബോണുകളുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്താൽ അവയ്ക്ക് നഷ്ടമാകുന്നു എലാസ്റ്റിസിറ്റി, വലിയുവാനുള്ള കഴിവും, അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി, വളയുവാനുള്ള ആ ഒരു കഴിവും അവയ്ക്ക് നഷ്ടപ്പെട്ടു പോകും. ഇനി 85ാമത്തെ ചോദ്യം, ഇഫ് മസിൽസ് വെർ ടു കണക്ട് ഡയറക്ട്ലി ടു അതർ മസിൽസ് ഓർ ബോൺസ്, ഈ നമ്മളുടെ മസിലുകൾ മറ്റ് മസിലുമായി നേരിട്ട് കണക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അസ്ഥികളുമായിട്ട് കണക്ട് ചെയ്യുകയോ ചെയ്താൽ ഇറ്റ് കുഡ് ലീഡ് ടു ഇൻക്രീസ്ഡ് വെയർ ആൻഡ് ടിയർ ഓർ ഇഞ്ചുറി. അതെന്ത് ചെയ്യുന്നു? കൂടുതലായിട്ട് തേയ്മാനത്തിനും, അതുപോലെ തന്നെ തേയ്മാനത്തിൻ്റെ പരിണിത ഫലമായിട്ട് അവയ്ക്ക് അപകടങ്ങളും ഉണ്ടാകുവാനായിട്ട്, കീറലിനും അതുപോലെ തന്നെ മറ്റ് അപകടങ്ങൾക്കും സാധ്യതയുണ്ടാകും. അപ്പോൾ ഈ മസിൽസ് വെർ ഡയറക്ട്ലി കണക്റ്റഡ് വാട്ട് വുഡ് ഹാപ്പൻ? ഒന്ന്, എലാസ്റ്റിസിറ്റി, ഫ്ലെക്സിബിലിറ്റി അതിന് നഷ്ടപ്പെടും. രണ്ടാമതായിട്ട് അവ എന്ത് ചെയ്യുന്നു? വെയർ ആൻഡ് ടിയർ സംഭവിക്കും, അതുപോലെ തന്നെ ഇഞ്ചുറിയും സംഭവിക്കും. അതുകൊണ്ട് ഒരിക്കലും മസിലുകൾ നേരിട്ട് ബോണുകളുമായിട്ടോ അല്ലെങ്കിൽ മസിലുകളുമായിട്ട് കണക്ട് ചെയ്യരുത്. ഓക്കെ. 86ാമത്തെ ചോദ്യം, ദ ചേഞ്ച് ദാറ്റ് ഷുഡ് ഒക്വർ ടു ടു മസിൽസ് ഇൻ ഓർഡർ ടു ഫോൾഡ് ദ ഹാൻഡ്സ്. അതായത് നമ്മളുടെ കൈകൾ മടക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാമാണ് മാറ്റങ്ങൾ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന, ആ മസിലുകളിൽ ഉണ്ടാകുന്നത്? അതായത് കൈ മടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? 86ാമത്തെ ചോദ്യം, അതായത് ഫ്ലെക്സർ മസിലിന് എന്താണ്, അല്ലെങ്കിൽ മടക്കൽ പേശിക്ക് എന്താണ് സംഭവിക്കുന്നത്? അവ കൈ മടക്കുന്ന സമയത്ത് കോൺട്രാക്ട്സ്. ആ സമയത്ത് എന്ത് ചെയ്യുന്നു? കൈ മടക്കുന്ന സമയത്ത് ഫ്ലെക്സർ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നു. എക്സ്റ്റൻഷൻ മസിൽസ് എന്ത് ചെയ്യുന്നു? എക്സ്റ്റൻഷൻ മസിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നിവർത്തൽ പേശി റിലാക്സ് ചെയ്യുന്നു. അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ മസിൽ എന്ത് ചെയ്യുന്നു? കോൺട്രാക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ദ ചേഞ്ച് ദാറ്റ് ഷുഡ് ഒക്വർ
ടു മസിൽസ് ഇൻ ഓർഡർ ടു സ്ട്രെച്ച് ദ ഹാൻഡ്സ്, അതായത് നമ്മുടെ കൈ ഒന്ന് നിവർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? മടക്കൽ പേശി കോൺട്രാക്ട് ചെയ്യുന്നു, ഫ്ലെക്സർ മസിൽസ് റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. എക്സ്റ്റൻഷൻ മസിൽ അല്ലെങ്കിൽ മടക്കൽ പേശി കോൺട്രാക്ട് ചെയ്യുന്നു, ഫ്ലെക്സർ പേശി റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി നമ്മൾ പോകുന്നത് 88ാമത്തെ ചോദ്യത്തിലേക്കാണ്. 88ാമത്തെ ചോദ്യം എന്താണ് ചോദിച്ചിരിക്കുന്നത്? അന്റഗോണിസ്റ്റിക് ആക്ഷൻസ് ഓഫ് ടു മസിൽസ് ആർ ദ ആക്ഷൻസ് ദാറ്റ് ഒക്വർ വെൻ ടു ഓർ മോർ മസിൽസ് വർക്ക് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ നോർമലി അറൗണ്ട് എ ജോയിന്റ്. അതായത് എന്താണ് അന്റഗോണിസ്റ്റിക് ആക്ഷൻ? അതായത് രണ്ട് മസിലുകൾ, ടു മസിൽസ് ആക്ട് ഓൺ ഒക്വർ, അല്ലെങ്കിൽ രണ്ട് മസിലുകൾ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ സംഭവിക്കുന്നു. ടു മോർ മസിൽസ് വർക്ക് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ, അവ വ്യത്യസ്തമായ രീതികളിലേക്ക് പ്രവർത്തിക്കുമ്പോൾ നോർമലി അറൗണ്ട് എ ജോയിന്റ്, ഒരു നോർമലിന് ഒരു ജോയിന്റിന് രണ്ട് വ്യത്യസ്തമായ സൈഡുകളിലേക്ക് വിപരീത ദിശകളിലേക്കുള്ള പ്രവർത്തനം നടക്കുമ്പോഴാണ് ആന്റഗോണിസ്റ്റിക് ആക്ഷൻ സംഭവിക്കുന്നത്. 89ാമത്തെ ചോദ്യം, ആന്റഗോണിസ്റ്റിക് ആക്ഷൻസ് ഓഫ് ദ ടു മസിൽസ് മേക്ക് ദ ഫോൾഡിംഗ് ആൻഡ് സ്ട്രെച്ചിങ് ഓഫ് അവർ ഹാൻഡ് പോസിബിൾ. നമ്മളുടെ കൈകൾ മടക്കുന്നതും നിവർത്തുന്നതും സാധ്യമാകുന്നത് എന്തുകൊണ്ടാണ്? വിത്ത് ദ ആന്റഗോണിക് ആക്ഷൻസ് ഓഫ് ദ മസിലാണ് അത് സാധ്യമാകുന്നത്. 90ാമത്തെ ചോദ്യം, മോസ്റ്റ് ഓഫ് ദ മൂവ്മെന്റ്സ് ഇൻ ബോഡി ആർ മെയ്ഡ് പോസിബിൾ വിത്ത് ദ ആക്ഷൻസ് ഓഫ് മസിൽസ്. അതായത് നമ്മളുടെ ശരീരത്തിൻ്റെ പല ചലനങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ബോഡി ചലനങ്ങൾ സംഭവിച്ചിരിക്കുന്നത് നമ്മളുടെ മസിലുകളുടെ ചലനങ്ങൾ കൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് ഈ പാഠഭാഗം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം.